Welcome to plus 2 mathematics classes. Chapter 6 Application of Derivatives. Exercise 6.2 ലെ 12th question ആണ് ഇനി ചെയ്യാനുള്ളത്. 12th question എന്ന് പറയുന്നത് which of the following functions are decreasing on 0 pi by 2. 0 pi by 2 എന്ന ഒരു ഇന്റർവെല്ലിൽ ഏതൊക്കെ ഫംഗ്ഷൻസ്, താഴെ 4 ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഫംഗ്ഷൻസിൽ ഏതൊക്കെ ഫംഗ്ഷനാണ് ഡിക്രീസിങ്? അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൾജിബ്രായിക് രീതിയിൽ എങ്ങനെയാണ് ഡിക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് എന്ന് കാണുന്നതെന്ന് പറഞ്ഞു. അതിന് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കി പറഞ്ഞു. ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ച് കണ്ടുപിടിച്ചിട്ടാണ്, അത് വെച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ ഡിക്രീസ് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഡിക്രീസിങ് ഓൺ 0 pi by 2. ഫസ്റ്റ് വൺ കോസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് കോസ് എക്സ് ആണ്. നമ്മൾ കോസ് എക്സിനെ y അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നൊക്കെ കൊടുത്തിട്ട് എഫ് ഡാഷ് എക്സ് അതിന്റെ ഡെറിവേറ്റീവ് എന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പം മൈനസ് സൈൻ എക്സിന്റെ വാല്യൂസ് 0 pi by 2 എന്നുള്ള ഇന്റർവെല്ലിലാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. 0 pi by 2 നമുക്കറിയാം 0 തൊട്ട് പൈ ബൈ 2 വരെയുള്ള, അതായത് 0 തൊട്ട് 90 വരെയുള്ള ഏത് വാല്യൂസ് സൈനിന് കൊടുത്താലും അത് പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ബേസിക് ആംഗിൾസിലുള്ള എല്ലാ വാല്യൂസും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മൈനസ് സൈൻ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? വിച്ച് ഇസ് നെഗറ്റീവ് ആയിരിക്കും, 0 ആയിരിക്കും. സോ ഓൾവേസ് ലെസ് ദാൻ ഇൻ 0 pi by 2. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ മൈനസ് സൈൻ എക്സ് എന്നുള്ളത് ലെസ് ദാൻ 0 ആയിരിക്കും. എഫ് എക്സ് ആയ കോസ് എക്സ് എന്താണ്? കോസ് എക്സ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഡിക്രീസിങ് ഫംഗ്ഷൻ. അതുപോലെ കോസ് 2x. കോസ് 2x ആണ് അടുത്ത് നോക്കേണ്ടത്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്നു. -2 sin 2x ആണ് നമുക്ക് വാല്യൂ ആക്കി കിട്ടുന്നത് അല്ലെ. അപ്പൊ ഏത് ഇന്റർവെല്ലാണ് ചെക്ക് ചെയ്യേണ്ടത്? -0 pi by 2 എന്നുള്ള ഇന്റർവെല്ലിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ എന്ന് കൂടി നോക്കണം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ നോക്കാഞ്ഞത്. ലെസ് ദാൻ 0 ആണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു. സൈൻ എക്സ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് അറിയാം. ഇവിടെ സൈൻ 2xന്റെ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഈ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ ആ ക്രിട്ടിക്കൽ പോയിന്റ്സ്, അതായത് 0 ആകുന്ന കേസിലെ എക്സിന്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുക. അതിന്റെ മീനിങ് -2 sin 2x is equal to 0 എന്നുള്ളതാണ്. -2 ഒരിക്കലും 0 അല്ല. അപ്പൊ sin 2x ആണ് 0. sin 2x 0 ആകുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു n പൈ എന്ന് പഠിച്ചിട്ടുണ്ട്. n പൈ, എന്നിന്റെ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് അല്ലെ, ഇൻഡിജേഴ്സ് കൊടുത്താൽ n പൈ ആണ് വാല്യൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പൈ ഇട്ട് നോക്കാം, എന്നിന് 1 ഇട്ട് നോക്കാം. അപ്പൊ 2x ഇസ് ഈക്വൽ ടു പൈ എന്ന് എഴുതാം അല്ലെ. തീറ്റയുടെ സ്ഥലത്ത് കിടക്കുന്നത് 2x ആണ്. 2x ഇസ് ഈക്വൽ ടു പൈ എന്നല്ല, പൈ അല്ല, പൈ മാത്രമല്ല 2 പൈ 3 പൈ 4 പൈ ഒക്കെ വരാം. 2x ഇസ് ഈക്വൽ ടു പൈ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഇന്റർവെല്ല കേസ് മാത്രം മതി. വിച്ച് ഇംപ്ലൈസ് x ഇസ് ഈക്വൽ ടു പൈ ബൈ 2 അല്ലെ. എക്സിന്റെ വാല്യൂ എന്താണ്? പൈ ബൈ 2 ആണ്. അപ്പം 0 തൊട്ട് പൈ ബൈ 2ന്റെ വരെ ഈ ഒരു പൈ ബൈ 2 ആണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കത് നോക്കണ്ട, അത് ഓപ്പൺ ഇന്റർവൽ 0 pi by 2 മതി. അപ്പൊ ഈ വാല്യൂ വേണ്ട, ഇതിന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ വരെയുള്ള ചെക്കിങ് മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് പറയാം? നേരത്തെ പോലെ സൈൻ 2x പോസിറ്റീവ് ആണ്. നേരത്തെ ഉള്ള പോലെ കാര്യങ്ങൾ പറയാം. സൈൻ 2x പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മൈനസും കൂടി ചേർക്കുമ്പോൾ, -2 കൂടി ചേർക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് പറയാം? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഇൻ ദ ഇന്റർവൽ 0 pi by 2. സോ ദ ഫംഗ്ഷൻ കോസ് 2x ഈസ് ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ഫംഗ്ഷൻ നോക്കാം. കോസ് 3x. കോസ് 3x ആണ് അടുത്ത ഫംഗ്ഷൻ. അതിന്റെ ഡെറിവേറ്റീവ് എഴുതാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു -3 sin 3x. അപ്പൊ മുന്നത്തെ ക്വസ്റ്റ്യനിലെ പോലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് എക്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. -3 ഒരിക്കലും 0 അല്ല. വിച്ച് എംപ്ലൈസ് sin 3x ആണ് 0. 3xന്റെ വാല്യൂ പൈ ഇട്ട് കൊടുക്കാം. n പൈ ആയിരിക്കും. അതിനകത്തൊരു പൈ എടുത്തു. നമ്മൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് π/3 വന്നു.
ഇപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ് വന്നത്? എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 3. അപ്പൊ ഇന്റർവെൽ ഇതാണ് 0 പൈ ബൈ 2. ഇതിനിടയിലാണ് പൈ ബൈ 3 വരുന്നത് അല്ലെ, പൈ ബൈ 3. അപ്പൊ പൈ ബൈ 2 പൈ ബൈ 3 എന്നൊക്കെ അതിന്റെ ആ ഒരു ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് എന്താക്കിയാൽ മതി? ഡെസിമൽ ആക്കിയാൽ മതി. പൈ ബൈ 2 നമുക്കറിയാം 0.5 ആണെന്നല്ലേ, പൈ ആണ്. പൈ ബൈ 2 നമുക്ക് 0.5 പൈ എന്ന് എഴുതാം. അതുപോലെ ഈ പൈ ബൈ 3യെ 0.33 പൈ എന്ന് എഴുതാം. 1/3 എന്ന് പറഞ്ഞാൽ 0.33 ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള വാല്യൂസ് നമുക്ക് എടുക്കാൻ ഇനി എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇനി ഈ രണ്ട് ഇന്റർവെല്ലാക്കി സ്പ്ലിറ്റ് ചെയ്തില്ലേ, നമ്മൾ സാധാരണ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത് രണ്ട് ഇന്റർവെല്ലാക്കി സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ ഇതിനകത്ത് ഇടയ്ക്കുന്ന ഓരോന്നും ഇവിടുന്ന് ഒരു വാല്യൂ എടുക്കും, ഇവിടുന്ന് ഒരു വാല്യൂ എടുക്കും, എന്നിട്ട് ഫംഗ്ഷൻ നോക്കും. എന്തായാലും ക്രിട്ടിക്കൽ പോയിന്റ്സിനകത്തുള്ള വാല്യൂസിന് രണ്ടും ഒരുമിച്ച് വരില്ല. ഒന്നുകിൽ ഏത് പോയിന്റ് എടുത്താലും ഡിക്രീസിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരെണ്ണം എടുക്കാം. ഈ 0.3 0ക്കും 0.3ക്കും ഇടയിലുള്ള വാല്യൂ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് ഒരു 0.2 പൈ എടുത്ത് നോക്കാം അല്ലെ. 0.2 പൈ എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പോ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്ത് വരും? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു -3 ഇൻറ്റു സൈൻ 3 ഇൻറ്റു 0.2 പൈ which is equal to -3 into sin 0.6 പൈ. നമുക്ക് നെഗറ്റീവ് വാല്യൂ ഒന്നും കൃത്യമായിട്ടൊന്നും വേണ്ട, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. ഇവിടെ ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്, നെഗറ്റീവ് ഇൻറ്റു. ഇനി നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നോക്കുക 0.6 പൈയുടെ സൈൻ വാല്യൂ എത്രയാണ്? 0.95 ആണ് നമുക്ക് കിട്ടുന്നത്, പോസിറ്റീവ് 0.95. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പൊ രണ്ടോട് ചേർത്തിട്ട് നെഗറ്റീവ്. അപ്പൊ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഫംഗ്ഷൻ ആയ cos 3x ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഏത് ഇന്റർവെല്ലാണ് കണ്ടുപിടിച്ചത്? ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവെൽ 0 പൈ ബൈ 3. ഇനി നമുക്ക് ഒരു ചെക്കിങ്ങും കൂടെ ഉണ്ട് അല്ലെ, പൈ ബൈ 3ക്കും പൈ ബൈ 2നും ഇടയിലുള്ള ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട്. അപ്പൊ അവിടെ ഒരു നമ്പർ പറയാം. അവിടെ നമ്പർ നമുക്ക് 0.33ക്കും 0.5നും ഇടയിലുള്ള നമ്പർ വേണം എടുക്കാൻ. 0.4 പൈ എടുക്കാം. ഓക്കെ, അപ്പം എക്സിന് എന്ത് കൊടുക്കാം? അടുത്ത കേസിലേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സിന് 0.4 പൈ കൊടുക്കാം. 4 പൈ കൊടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ -3 ഇൻറ്റു സൈൻ 3x ആണ്, 3 ഇൻറ്റു 4 പൈ. That is equal to -3 into sin 1.2 വരും അല്ലേ? അതെ, 1.2 പൈ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ്, that is നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് ഇൻറ്റു സൈൻ 1.2 പൈയുടെ സൈൻ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഇത് 216 ആണ് 1.2 പൈ എന്ന് പറയുന്നത്. സൈനിന്റെ 216 ഡിഗ്രി വാല്യൂ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് 0.58 ആണ് വരുന്നത്. എന്തായാലും നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വാല്യൂ വരും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ് എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയത്. പോയിന്റ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ ഇന്റർവൽ പൈ ബൈ 3 പൈ ബൈ 2 എന്നുള്ള ഇന്റർവെലിൽ, പൈ ബൈ 3 പൈ ബൈ 2 ഈ ഒരു ഇന്റർവെല്ലിൽ എന്താണ് കിട്ടിയത്? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് ഒറ്റ ഇന്റർവെല്ലായിട്ട് നോക്കുവാണെങ്കിൽ ഒറ്റ ഇന്റർവെല്ലില് 0 പൈ ബൈ 2 എന്നുള്ള ഒറ്റ ഇന്റർവെല്ലിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നെഗറ്റീവും കിട്ടി, ഇവിടെ നമുക്ക് പോസിറ്റീവും കിട്ടി അല്ലെ. അപ്പം എങ്ങനെ എഴുതാം? എഫ് എക്സ് ഈസ്, അതായത് എഫ് എക്സ് എന്ന് വെച്ചാൽ cos 3x ഈസ് ഡിക്രീസിംഗ് ഇൻ, ആദ്യത്തെ ഇന്റർവെല്ലിൽ ഡിക്രീസിംഗ് എന്ന് കിട്ടി 0 പൈ ബൈ 3 ആൻഡ് ഇൻക്രീസിംഗ് ഇൻ പൈ ബൈ 3 പൈ ബൈ 2. അപ്പൊ ഈ രണ്ടാമത്തെ ഇന്റർവെല്ലിൽ ഇൻക്രീസിംഗ് എന്ന് കിട്ടി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടുകൂടെ ചേർത്തുകൊണ്ടുള്ള 0 പൈ ബൈ 2 എന്നുള്ള ഒറ്റ ഇന്റർവെല്ലിലാണ് ഇതിന്റെ സ്വഭാവം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കൺക്ലൂഷനായിട്ട് എഫ് എക്സ് ആയ cos 3x എന്ന് പറയുന്നത് ഈസ് നെയ്തർ ഡിക്രീസിംഗ്, ഇത് നെയ്തർ ഡിക്രീസിംഗ് നോർ ഇൻക്രീസിംഗ്, ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല, ഇൻ ദ ഇന്റർവൽ 0 പൈ ബൈ 2 എന്ന് പറയാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കേസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നാലാമത്തെ ടാൻ എക്സ് ആണ്.
നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് tan x. tan xന്റെ fx എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ f dash x is equal to sec square x ആണ്. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇനി എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും സീക്ക് എക്സിന്റെ വാല്യൂ എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു സ്ക്വയർ വന്നത് കൊണ്ട് പോസിറ്റീവേ വരുള്ളൂ, വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഇൻ ഏത് ഇന്റർവെൽ ആയാലും 0π/2ലും. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? tan x is an increasing function in 0π/2 എന്ന് പറയാം. അപ്പം നമുക്ക് ഡിക്രീസിംഗ് ആയിട്ട് കിട്ടിയത് രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ. ആദ്യത്തെ രണ്ട് ഫംഗ്ഷൻ cos എക്സും cos 2x ഫംഗ്ഷനും. അതാണ് ക്വസ്റ്റ്യനും അല്ലേ, ആൻസർ ആയിട്ട് എഴുതാം. ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് ഈ നാല് ഫംഗ്ഷൻ തന്നതിൽ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഇൻ 0π/2 are decreasing functions are cos x and cos 2x, which is the required 13th question. On which of the following intervals is the function f given by fx is equal to x raised to 100 plus sin x minus 1 decreasing? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആകുന്നത് ഏതൊക്കെ ഇന്റർവൽസിലാണ്? ഇന്റർവൽസ് തന്നിട്ടുണ്ട്. ഇന്റർവൽസ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ച് ഇന്റർവൽസ് ആക്കി എടുക്കണ്ട. ഇവിടെ ഓൾറെഡി ഇന്റർവൽസ് തന്നിട്ടുണ്ട്. ഏതിനകത്താണ് ഡിക്രീസിംഗ് എന്നാണ് ചോദ്യം. നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് എഴുതാം. f of x is equal to x raised to 100 plus sin x minus 1. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. f dash x is equal to 100x raised to 99 plus sin x ൻ്റെത് plus cos x. അപ്പൊ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണുന്നു, റിയൽ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നു, ഓരോ ഇന്റർവെല്ലിലും ഇത് ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ നോക്കുന്നു. ഒരു ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുന്നു. ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ എന്ന് പറയുന്നു. ഇവിടെ അതിന് ആവശ്യമില്ല, ഓൾറെഡി ഇന്റർവെൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഇന്റർവെൽസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ആദ്യത്തെ ഇന്റർവെൽ 0, 1 ആണ്. അതിനകത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 0, 1 വരുമ്പോൾ f dash xന്റെ വാല്യൂ ഇതാണ് 100x raised to 99 plus cos x. f dash x is equal to 100x raised to 99 plus cos x. അപ്പൊ ഇനി എക്സിന്റെ വാല്യൂ x raised to 99 ആണ്. എക്സിന്റെ വാല്യൂ 0ക്കും 1നും ഇടയിൽ കൊടുക്കുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? എക്സിന്റെ വാല്യൂ 0ക്കും 1നും ഇടയിലാണ്. പോസിറ്റീവ് വാല്യൂസ് ആണ് എക്സിന് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ റേസ് ടു 99 എന്തായാലും ഒരിക്കലും ഇവിടെ നെഗറ്റീവ് വരില്ല അല്ലെ? ഈ ഒരു കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. പോസിറ്റീവ് പ്ലസ് കോസിന് ഈ പോയിന്റ് സംതിങ് വാല്യൂസ് എക്സിന് പോയിന്റ് സംതിങ് വാല്യൂ കൊടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സയന്റിഫിക് കാൽക്കുലേറ്ററിൽ കൊടുത്തു നോക്കിയാൽ മതി. എക്സിന് 0ക്കും 1നും ഇടയ്ക്ക് ഏത് വാല്യൂസ് കൊടുത്താലും കോസിന്റെ വാല്യൂ അവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് നമ്പറേ കിട്ടുള്ളൂ അല്ലെ? അപ്പം എന്താണ്? f dash x is always greater than 0 in the interval 0, 1. അപ്പം എഫ് എക്സ് എന്തായിരിക്കും? എഫ് എക്സ് ഇവിടെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ ആണ്. അപ്പോൾ ആദ്യത്തെ ഇന്റർവെല്ലിൽ നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഇൻക്രീസിംഗ് ആണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ ഇന്റർവെൽ നോക്കാം. രണ്ടാമത്തത് π/2 π ആണ്. π/2 π. ഓക്കെ, അപ്പോ അവിടെ എഫ് ഡാഷ് എക്സ് സെയിം തന്നെയാണ്. എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ 100x raised to 99 plus cos x. ഈ π/2 തൊട്ട് പൈ വരെയുള്ള വാല്യൂസ് എക്സിന് കൊടുക്കുക. പൈയുടെ വാല്യൂ അറിയാം. പൈയുടെ വാല്യൂ 22/7 എന്നാണ് നമ്മൾ നോർമൽ കേസിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 180 വരുന്നത്. അപ്പൊ ഏത് വാല്യൂ കൊടുത്താലും ഈ ഒരു ടേം എക്സിന് ഇതിന്റെ ഇടയിലുള്ള π/2നും പൈക്കും ഇടയിലുള്ള ഏത് വാല്യൂ എക്സിന് കൊടുത്താലും ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല എന്തായാലും 1നേക്കാട്ടി കൂടുതലായിരിക്കും. റെഡി അല്ലേ? 1 എന്ന നമ്പറിനെക്കാട്ടി കൂടുതൽ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? 1നേക്കാട്ടി കൂടുതൽ എന്ന് പറഞ്ഞ എന്തിനാ? അത് നമുക്ക് നോക്കാം എന്തിനാ അങ്ങനെ പറഞ്ഞത്. 100 into x raised to 99 is always positive and 1 should be greater than 1. അത് എന്തിനാണ്? അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. greater than 1 എന്തിനാണ് പറഞ്ഞതെന്ന്. പ്ലസ് കോസ് എക്സിന്റെ വാല്യൂ π/2 നിന്നും പൈയിലേക്ക്. π/2 ഇടയ്ക്ക് നിന്നും
പൈയിലേക്ക് പോകുമ്പോൾ കോസിന്റെ വാല്യൂ കാണാം. നമുക്ക് ജസ്റ്റ് ആ ഗ്രാഫിനെ ഒന്ന് ഓർക്കണം. കോസ് എക്സിന്റെ ഗ്രാഫിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞ് 0 ആണ്. ഇവിടെ 0ക്ക് കോസിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ആ 1-നകത്തുനിന്ന് ഇങ്ങനെ വന്നു ഒരു വേവ് ഷേപ്പിലാണെന്നറിയാം കോസിന്റെയും സൈനിന്റെയും ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു 0-യിൽ എത്തുന്നു. ഏത് പോയിന്റ് വരുമ്പോഴാണ് 0-യിൽ എത്തുന്നത്? π/2 ഫോം വരുമ്പോൾ π/2-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അത് 3π/2 വരുമ്പോൾ ഇവിടെ ഒരു പൈ ഉണ്ട്. ഓക്കെ, 3π/2 വരുമ്പോൾ 0 ആണ് വരുന്നത്. അങ്ങനെ അങ്ങ് പോവുകയാണ്. നമുക്ക് ഏത് വാല്യൂസിലാണ്, ഏതിന്റെ ഇടയിലുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യേണ്ടത്? π/2 പൈയുടെ ഇടയിലുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യേണ്ടത്. π/2-നും പൈക്കും ഇടയിലുള്ള വാല്യൂസ്, അതായത് ഈ ഗ്രാഫിന്റെ ഇത്രയും പോർഷൻ നെഗറ്റീവ് ആണ് അല്ലെ. ഇത്രയും നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നെഗറ്റീവ് എന്ന് എഴുതാം. ഇവിടെ ഒരു പോസിറ്റീവിടെ കിടപ്പുണ്ട്. പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് വാല്യൂ വലുതായി നിന്നാൽ ടോട്ടൽ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് വാല്യൂ നേരത്തെ പറഞ്ഞില്ലേ 1-നെക്കാട്ടി കൂടുതലാണെന്ന്. ഓക്കെ, 1-നെക്കാട്ടി കൂടുതലാണ്. പക്ഷെ കോസിന്റെ വാല്യൂ എപ്പോഴും -1-നും 1-നും ഇടയിലേ നിൽക്കും. നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ അറിയാം. സൈനിന്റെ വാല്യൂ അതുപോലാണ്. ഇറ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതണം. ഈ ഒരു സെക്ഷനിൽ π/2 പൈ എന്ന ഇന്റർവെല് എടുക്കുമ്പോൾ f'(x)ന്റെ വാല്യൂ ഇത് 100x⁻99 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ബട്ട് cos x ഈസ് നെഗറ്റീവ്, ബട്ട് ഇറ്റ് ഓൾവേസ് അല്ലെങ്കിൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ ഇത് എന്തായിരിക്കും ഈ ടോട്ടൽ എടുക്കുമ്പോൾ, അതായത് 100x⁻99ന്റെ കൂടെ cos x ചേർത്ത് വരുമ്പോൾ ഇത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അത്രയും റീസൺ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഈ ഗ്രാഫ് കൂടെ ഒന്ന് സൈഡിലേക്ക് വരച്ച് കാണിക്കണം. എന്നിട്ട് ശേഷം നമുക്ക് പറയാം f'(x) ഗ്രേറ്റർ ദാൻ 0 ഇൻ ദിസ് ഇന്റർവൽ π/2 പൈ. സോ the function is increasing in this interval also. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഇന്റർവൽ തന്നിരിക്കുന്നത് 0π/2 എന്ന ഇന്റർവൽ ആണ്. നമുക്ക് നോക്കാം 0π/2. 0π/2 എന്ന ഇന്റർവൽ f(x) is equal to f'(x) ആണ് നോക്കുന്നത്. 100x⁻99 plus cos x ആണ് അതിന്റെ വാല്യൂ. 0ക്കും π/2-നും ഇടയിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ടേം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് പ്ലസ് കോസിന്റെ വാല്യൂ 0ക്കും π/2 ഇന്റർവെലിന്റെ ഇടയിൽ എന്തായിരിക്കും? ആ ഗ്രാഫിനകത്ത് തന്നെ നോക്കാം. നമുക്ക് 0ക്കും π/2-നും ഇടയിൽ ഈ ഒരു പോർഷൻ ആണ് വരുന്നത്. ഈ ഒരു പോർഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ക്വാഡ്രന്റ് വെച്ച് പറയാം 0 തൊട്ട് π/2 വരെയുള്ള വാല്യൂസ്, π/2 വരെയുള്ള വാല്യൂസ് എന്ന് വെച്ചാൽ ഈ ഒരു ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ cos x എന്നല്ല എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാമായിരുന്നു π/2 പൈ തൊട്ട് മുന്നിൽ ചെയ്ത ക്വസ്റ്റ്യനില് π/2 പൈ എന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. കോസിന് നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഇവിടെ നോക്കി പറയാമായിരുന്നു. പക്ഷേ ഗ്രാഫ് എടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് -1-നും 1-നും ഇടയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നെഗറ്റീവ് ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് 1-നെക്കാട്ടും കുറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നതെന്നൊന്നും പറയണമായിരുന്നു. അതിനാണ് ഗ്രാഫ് വരച്ച് കാണിച്ചത്. ഇവിടെ ജസ്റ്റ് ക്വാഡ്രന്റ്, ഈ ഒരു കേസിൽ ക്വാഡ്രന്റ് വരച്ച് കാണിച്ചിട്ട് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ cos x പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇത് പോസിറ്റീവ് കിട്ടി. cos x-ഉം പോസിറ്റീവ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് ഇവിടെ ചേർത്താൽ പോസിറ്റീവ്. അപ്പോ എന്ത് പറയാം? f'(x) ഗ്രേറ്റർ ദാൻ 0 ഇൻ 0π/2. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിലും f(x) എന്താണെന്ന് കിട്ടി? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. f(x) ഈസ് ഇൻക്രീസിംഗ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എവിടെയാണ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ 3 ഇന്റർവെല്ലും ചെക്ക് ചെയ്തപ്പോഴും അവിടെ എല്ലാം ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആൻസർ ഈസ് നൺ ഓഫ് ദിസ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ f given by f(x) is equal to x² plus ax plus 1 is increasing on 1 2 closed interval 1 2. f(x) എന്ന് പറയുന്നത് ഫംഗ്ഷൻ x² plus ax plus 1. ഇനി എക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ഈ ഒരു ഇന്റർവെല്ലിൽ 1 2 എന്ന ഇന്റർവെല്ലിൽ ഇത് ഇൻക്രീസിംഗ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എക്ക് ഏത് വാല്യൂ കൊടുത്താലാണ്
ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്റർവെൽ തന്നിട്ടുണ്ട്, നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് a. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത് എപ്പോൾ അല്ലെ? ഫോർ വാട്ട് വാല്യൂസ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എഫ് ഡാഷ് എക്സ് എന്തായിരിക്കണം? ഇൻക്രീസ് ആകണമെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ അത് ഇൻക്രീസിങ് ആയിരിക്കും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും എന്നാണ് മീനിങ്. അപ്പം ഇവിടെ ഈ 2x പ്ലസ് a എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ഈ ഇന്റർവെല്ലിലുണ്ട്, 1, 2 എന്ന ഇന്റർവെല്ലിൽ. അതായത് ഒരു റിയൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു, 2 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് കൊടുക്കാനാണ് എക്സിന് പറ്റുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ, എക്സിന് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ലീസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുക്കാം. 2 into 1 plus a greater than 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 2 plus a greater than 0 ആയിരിക്കണം. എയുടെ കാര്യം നോക്കുകയാണെങ്കിൽ a greater than -2 ആയിരിക്കണം അല്ലെ? ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് കിട്ടി. എക്സിന് ഏറ്റവും ചെറിയ വാല്യൂ ആയ 1 കൊടുത്തപ്പോൾ, ഏറ്റവും വലിയ വാല്യൂ ആയ 2 കൊടുത്തപ്പോൾ എന്ത് കണ്ടീഷൻ നോക്കുക? ഗ്രേറ്റസ്റ്റ് വാല്യൂവിന് എക്സിനാണ് കൊടുക്കുന്നത്. എക്സിന് കൊടുത്തപ്പോൾ 2 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 2. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി 2 into 2 plus a is greater, അവിടെയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. That is 4 plus a greater than 0 ആയിരിക്കണം. ഓക്കെ, അപ്പം 4 plus a greater than 0 and a greater than -4 ഈ കണ്ടീഷന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും, ഈ -2നും -4നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ എന്താ? നമ്പർ ലൈൻ ഒന്ന് നോക്കാം. നമ്പർ ലൈൻ അല്ല, റിയൽ ലൈൻ നോക്കുമ്പോൾ -2 -4, ഇവിടെ -2 -4. എയുടെ വാല്യൂ -2ന് കൂടുതലായിരിക്കണം, എയുടെ വാല്യൂ ഇവിടെ ആയിരിക്കണം. ആൻഡ് എയുടെ വാല്യൂ -4ന് കൂടുതലായിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എയുടെ വാല്യൂ ഇവിടെ ആയിരിക്കണം അല്ലെ? ഈ രണ്ട് കണ്ടീഷൻ കൂടെ വരണ്ടേ? അപ്പൊ ഇങ്ങോട്ടേക്കായിരിക്കണം. അപ്പൊ ഏതാ കണ്ടീഷൻ നമുക്ക് എടുക്കേണ്ടത്? ഇത് a should be greater than -2. For what values of a എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എക്ക് കൊടുക്കാവുന്ന ലീസ്റ്റ് വാല്യൂ -2 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ -4 ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. -4ൽ കൂടുതലാണെങ്കിൽ ഈ -3 നമുക്ക് കൊടുക്കാം, പക്ഷെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പം രണ്ടുകൂടെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയ കണ്ടീഷനാണ് നമ്മളിപ്പോ എടുത്തത്, a greater than -2 എന്നുള്ളത്. അപ്പം ലീസ്റ്റ് വാല്യൂ ഓഫ് എ എന്തെഴുതാം? ലീസ്റ്റ് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് a is equal to -2. -2 എന്ന് എഴുതിയാൽ മതി. ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഈസ് -2. അപ്പൊ ഗ്രേറ്റർ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ വാല്യൂ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഇൻഫിനിറ്റി വരെ കൊടുക്കാം. എന്തായാലും 2x plus a greater than 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ -2 ആയിരിക്കണം എന്നേ ഉള്ളൂ. 15th question നോക്കാം. Let I be any interval disjoint from -1, 1. Prove that the function f given by fx is equal to x plus 1 by x is strictly increasing on I. അപ്പൊ I എന്നുള്ള ഇന്റർവൽ ഇവിടെ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനി ഇന്റർവൽ ഡിസ്ജോയിന്റ് ഫ്രം -1, 1. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, കൂടിച്ചേരാത്തത്. -1, 1 എന്ന ക്ലോസ്ഡ് ഇന്റർവൽ അല്ലാതെ വരുന്ന ബാക്കിയുള്ള റിയൽ നമ്പേഴ്സ് ആണ് I എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ റിയൽ ലൈനിനെ -∞, ഇൻഫിനിറ്റി എന്നുള്ള റിയൽ ലൈനകത്തുനിന്ന് -1, 1 എന്ന ക്ലോസ്ഡ് ഇന്റർവൽ അങ്ങ് ഡിസ്ജോയിന്റ് ചെയ്ത് മാറ്റാം. അപ്പൊ ഇത് ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലം അതാണ് -∞, -1. ഇവിടെ ഓപ്പൺ ഇന്റർവെലാ വരുന്നത്, കാര്യം -1 അങ്ങ് ഈ ഒരു ഇന്റർവെല്ലിലേക്ക് പോയി കഴിഞ്ഞു. -1 എന്ന പോയിന്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ ആണ് എടുക്കേണ്ടത്. അതുപോലെ ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത് 1 to ∞ ആണ്. ഇതിന്റെ രണ്ടിനെയും കൂടി യൂണിയൻ ആണ് I ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായി ആ ഒരു ഇന്റർവെല് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ആ ഇന്റർവെലിനകത്ത് x plus 1 by x എന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് എന്നാണ് മീനിങ്. ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഇൻക്രീസിംഗ് എന്നുള്ള ഫംഗ്ഷൻ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ
ക്ലാസ്സിന്റെ ആദ്യമേ പറഞ്ഞിരുന്നതാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വെറുതെ ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ അത് തിരിച്ച് ഡിക്രീസിംഗും സ്ട്രിക്ട്ലി ഡിക്രീസിംഗും എന്ന് പറയാം തിരിച്ച് വരും. ലെസ് ദാൻ 0യും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ I എന്ന ഒരു ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമുക്ക് തെളിയിക്കണം, പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനകത്തുനിന്ന് ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടാവും. ആ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആക്കി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഈ ഒരു പ്രോബ്ലം ഞാൻ 2-3 പ്രോബ്ലംസ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കൺസെപ്റ്റ് കൂടുതൽ ക്ലിയർ ആകുക. അതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. അത് എഫ് ഡാഷ് എക്സ് is equal to 0 എന്ന് കിട്ടുന്നു. എക്സിന് വാല്യൂസ് കിട്ടുന്നു C1, C2, C3. ഒന്നിൽ കൂടുതൽ പോയിന്റ് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഫിക്സഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പോയിന്റേ കാണും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ് കാണും. എന്തായാലും ഫിക്സഡ് പോയിന്റ്സേ കാണും. അപ്പൊ അങ്ങനെ ഫിക്സഡ് പോയിന്റ് വെച്ച് നമ്മൾ ആ ബ്രേക്ക് ചെയ്യും. എവിടെ ബ്രേക്ക് ചെയ്യും? ആ ഇന്റർവെൽ റിയൽ ലൈൻ അങ്ങ് ബ്രേക്ക് ചെയ്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇന്റർവെല്ലുകളാക്കി എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. C1, C2, Cn ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ -∞ എന്ന റിയൽ ലൈനെ ഇത് വെച്ച് അങ്ങ് ബ്രേക്ക് ചെയ്യും. 2 എണ്ണവേ കിട്ടിയോളെങ്കിൽ C1ഉം C2ഉം വെച്ച് അവിടെ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇന്റർവെല്ല് കിട്ടും അല്ലെ. ഏതൊക്കെ ഇന്റർവെല്ലാണ്? -∞ C1, C1 C2, C2 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെൽ കിട്ടും. നമ്മൾ ഇവിടുന്ന് ഒരു പോയിന്റ് എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0യോ ലെസ് ദാൻ 0യോ കിട്ടുന്നു. നമ്മൾ പറയുന്നു ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് എടുക്കാറുള്ളൂ. കാരണം എന്താണ്? ഒരു പോയിന്റ് എടുക്കൂ, ഒരു പോയിന്റ് എടുത്താൽ മതിയോ? അപ്പം അതാണ് ആ കൺസെപ്റ്റിനകത്ത് കുറച്ചും കൂടി ക്ലിയർ ആകേണ്ട കാര്യം. നമുക്ക് അതിന്റെ ഗ്രാഫ്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. y ആക്സിസ്, എക്സ് ആക്സിസ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് വരയ്ക്കുന്നത്. ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മൾ വരച്ചു. ഇതാണ് ഗ്രാഫ്. ഇത് കുറച്ചും കൂടി നീളം കാണും എക്സ് ആക്സിസിന്. അപ്പൊ ഇവിടം വരെ എൻഡ് ചെയ്യുന്നു. ഈ ഒരു ഇന്റർവെല്ലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ C1, C2, C3 എന്ന പോയിന്റ്സ് എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞു. ഒരു ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ ജോമെട്രിക്കലായിട്ട് കാണും? അതും ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്ററിന്റെ ആ ഒരു ജോമെട്രിക്കൽ മീനിങ്ങിനകത്ത് പറഞ്ഞതാണ്. ഓരോ പോയിന്റിലും നമുക്ക് ടാൻജന്റ് വരയ്ക്കണം അല്ലെ. ഈ പോയിന്റിലാണ് ടാൻജന്റ് വരയ്ക്കുന്നെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സ്ലോപ്പ് 0 കിട്ടണം. സ്ലോപ്പ് 0 കിട്ടണമെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കണം. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ആ സ്ലോപ്പ് 0 അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റ് എടുത്തപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ് വരയ്ക്കാൻ പറ്റി. അപ്പൊ ആ ഒരു പോയിന്റിലെ C1, അതാണ് ഒന്നാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ്. ആ C1ൽ ടാൻജന്റ് പാരലൽ ആണ്. ടാൻജന്റ് പാരലൽ ആയതുകൊണ്ട് സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 മീനിങ് ഡെറിവേറ്റീവ് 0, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. അതുപോലെ നമുക്ക് ഇത് ഈ ഒരു പോയിന്റിലും ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് വരയ്ക്കാം. അപ്പൊ നമുക്ക് ആ പോയിന്റ് എന്തായിട്ട് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കൊടുക്കാം, C2. പിന്നെ ഇതാ ഇവിടെയുണ്ട് ടാൻജന്റ് പാരലൽ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. അവിടെ നമുക്ക് C3 എന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ ഈ ഒരു പോയിന്റിൽ വരച്ച ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അവിടെ C4 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ 4 ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ഈ ഗ്രാഫിന് വന്നത്. നമ്മൾ ഒരു -∞ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. -∞ തൊട്ട് C1 വരെയുള്ള ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് വരെയുള്ള ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ നോക്കിക്കേ, ഫംഗ്ഷൻ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് അവിടെ വരെ ചെല്ലുന്നു അല്ലെ. ഈ ഫംഗ്ഷൻ ഡിക്രീസ് അല്ല, ഇൻക്രീസ് ചെയ്തുകൊണ്ട് മേള് വരെ ചെല്ലുവാണ്. അപ്പൊ ഇൻക്രീസിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ഇന്റർവെൽ നോക്കാം, C1, C2 എന്നുള്ള ഇന്റർവെൽ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്രാഫ് ഇതാ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ വരെ വന്നിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത ഇന്റർവെല്ലോട്ട് കയറിയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻക്രീസിങ്, ഓൺലി ഇൻക്രീസിങ്. ഇവിടെ അടുത്ത ഇന്റർവെല്ലിൽ C3, C4 എന്നുള്ള ഇന്റർവെല്ലിൽ ഓൺലി ഡിക്രീസിങ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ സ്വഭാവമായിരിക്കും മറ്റേതിന് ഇത്രയും എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മൾ ഒരു C1, C2 വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഓരോന്നിലും അതിന്റെ സ്വഭാവം, ഒരു പോയിന്റിനെ എടുത്ത് ചെയ്താൽ ബാക്കി അതിന്റെ സ്വഭാവം എല്ലാം, ബാക്കി എല്ലാത്തിനും അതേ സ്വഭാവമായിരിക്കും എന്ന് പറയാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. എന്നിട്ട് നമുക്കിനി പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇവിടെ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാം. fx is equal to എന്താണ് പറഞ്ഞേക്കുന്നത്? fx is equal to x
പ്ലസ് 1/x. നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു എഫ് ഡാഷ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1/xന്റെ ഡെറിവേറ്റീവ് -1/x². അതിനെ ഒരുമിച്ച് ഒന്ന് എഴുതുവാണ് x² - 1/x². അപ്പോൾ ഇനി എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണെന്ന് കാണിക്കണം. ഏത് ഇന്റർവെല്ലിലാണ്? നമുക്ക് തന്നിരിക്കുന്ന i എന്ന ഇന്റർവെൽ. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. =0 ആകുമ്പോഴാണല്ലോ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ =0 എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്റർ ആണ് =0. താഴെ എന്തായാലും ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. x² - 1 =0 ആയിരിക്കും, which implies x² = 1 implies x +or-1. അപ്പൊ +1 ഉം -1 ഉം ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയത്. നമ്മൾ ആ റിയൽ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നു. ഏതൊക്കെ പോയിന്റ്സ്? -1 ആൻഡ് +1. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർവെല്ലിനകത്ത് ഈ ഒരു പോർഷൻ ഇല്ല എന്ന് പറഞ്ഞു. മറ്റേ പോർഷനിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതും ഓരോ പോയിന്റ് എടുത്ത് നോക്കിയാൽ മതി. ആ ഓരോ പോയിന്റ് നോക്കിയാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയ -1, 1 കണ്ടുപിടിച്ച് മാർക്ക് ചെയ്തത്. അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനകത്ത് ഇന്റർവെൽ തന്നിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാലും ഈ ഒരു കാര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ആ -∞ -1 എന്ന ഇന്റർവെല്ലിൽ എഫ് ഡാഷ് എക്സിന്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. നമുക്കൊരു നമ്പർ എടുക്കാം -2. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഡാഷ് എക്സ് ഇതാ കിടപ്പുണ്ട്. അപ്പം -2 എടുത്ത് അവിടെ കൊടുക്കുകയാണെങ്കിൽ -2ന്റെ സ്ക്വയർ 4 ആണ്. 4 - 1 3. 3 by a positive number. Positive by positive is always a greater than 0. അപ്പൊ എന്താ വാല്യൂ എന്താണെന്നുള്ള വിഷയമല്ല, ഗ്രേറ്റർ ദാൻ 0 ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് എഫ് ഈസ് എന്താണ്? നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് അല്ലെ. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്തായാലും =0 വരില്ല. =0 വരണമെങ്കിൽ ഇതിനകത്ത് എക്സിന് എന്ത് കൊടുക്കണം? +1 കൊടുക്കണം, അല്ലെ -1 കൊടുക്കണം. അതൊന്നും കൊടുക്കണ്ട. ഇത് ഈ ഒരു ഇന്റർവെല്ലാണ് നോക്കുന്നത്. ഈ ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പൺ ഇന്റർവെൽ ആണ്. ഓപ്പൺ ഇന്റർവെല്ലിൽ -1 ഉൾപ്പെടുത്തില്ല. -1 ഉൾപ്പെടുത്തില്ലെങ്കിൽ ഇതൊരിക്കലും 0 ആവില്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, അതുപോലെ 1 ∞ എന്നുള്ള ഇന്റർവെൽ മറ്റേ ഇടയ്ക്കുള്ളത് നമുക്ക് വേണ്ട, നമുക്ക് ചെക്ക് ചെയ്യാൻ പറയുന്നില്ല. എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? അപ്പൊ 1 എന്നുള്ള നമ്പർ കൊടുത്താലും അതേ വാല്യൂയുടെ സ്ക്വയർ അല്ലേ, രണ്ടും സ്ക്വയർ ആണ്. അപ്പൊ അതുതന്നെ അതേ വാല്യൂ തന്നെയാണ് വരുന്നത്. വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പൊ രണ്ട് ഇന്റർവെൽ ചെക്ക് ചെയ്തപ്പോൾ എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് അതിന്റെ യൂണിയനിലും i എന്ന് പറഞ്ഞാണ് അതിന്റെ യൂണിയൻ. i is equal to -∞ -1 യൂണിയൻ 1 ∞ in I അല്ലെങ്കിൽ on I, f is strictly increasing. Okay. 16th question. Prove that the function given by fx is equal to log sin x is strictly increasing on 0π/2 and strictly decreasing on π/2 π. ഇപ്പൊ രണ്ട് ഇന്റർവെൽ തന്നിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ലോഗ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. നമുക്ക് എന്തായാലും എഫ് എക്സ് എന്ന് എടുത്ത് എഴുതാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. ഇനി അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin x അല്ലെ. ലോഗ് എക്സിൻ്റെത് 1/x ആണ്. അപ്പൊ ലോഗ് സൈൻ എക്സിൻ്റെത് 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, ദാറ്റ് ഇസ് കോസ് എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു കോട്ട് എക്സ്. കോട്ടാണ് വാല്യൂ വന്നേക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 0π/2 എന്നുള്ള ഇന്റർവെൽ. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർവെൽ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്റർവെല്ലിനകത്ത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കിയാൽ മതി. 0π/2 എന്നുള്ള ഇന്റർവെൽ. അപ്പൊ ഈ ഇന്റർവെല്ലിനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പം നമുക്ക് ക്വാഡ്രന്റ് ആക്കി ഒന്ന് കൺസിഡർ ചെയ്യാം. ക്വാഡ്രന്റ് ആവുമ്പോൾ 0 മുതൽ π/2 വരെയുള്ള എവിടെ വരെയാണ്? 0 മുതൽ ഒരു ഇന്റർവെല്ലിൽ പറയുന്നതിനെ കാട്ടി ഈ π/2 ഒക്കെ വരുമ്പം ക്വാഡ്രന്റ് ആയി പറയുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, കൺവീനിയന്റ്. അപ്പൊ ക്വാഡ്രന്റ് ആക്കി പറയാൻ സാധിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാൻ പോകാത്തത്. അപ്പൊ 0π/2 എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ഇവിടെ അല്ലെ, 0 തൊട്ട് 90 π/2 വരെ ഇത്രയും ഭാഗം. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇത് 0π/2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ക്വാഡ്രന്റ്.
ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആര് പോസിറ്റീവ്? എല്ലാവരും പോസിറ്റീവ് അല്ലെ, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവ് ആണ്. അപ്പൊ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് എക്സും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0. ഈ ഒരു ഇന്റർവെല്ലിൽ 0π/2ൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇസ് ഈക്വൽ ടു 0 വരില്ല അല്ലെ, പോസിറ്റീവ് ആണെന്നേ പറയുന്നുള്ളൂ. അപ്പൊ കോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 വിച്ച് ഇംപ്ലൈസ് എഫ് എക്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. A strictly increasing function on 0π/2. ഇനി ഒരു ഇന്റർവെൽ കൂടിയുണ്ട്, π/2 π. ഓക്കെ, π/2 π എന്ന് പറയുന്നത് ഏത് ഇന്റർവെൽ, ഏത് ക്വാഡ്രന്റ് ആണ്? π/2 എന്ന് പറഞ്ഞാൽ 90 തൊട്ട് പൈ വരെ, ഇവിടം വരെ. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ അത് അവിടെയും എഫ് ഡാഷ് എക്സ് സെയിം തന്നെയാണ്, കോട്ടെക്സ് ആണ്. കോട്ടെക്സ് അവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇവിടുത്തെ പോസിറ്റീവ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും ആണ് അല്ലെ. അപ്പൊ കോട്ടെക്സ് ലെസ് ദാൻ 0 ആണ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 വിച്ച് ഇംപ്ലൈസ് എഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റി. ജസ്റ്റ് ക്വാഡ്രന്റിലുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ നേച്ചർ വെച്ച് സൈൻ വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതേപോലത്തെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇവിടെ ലോഗ് കോസ് എക്സ് ആണ്, അവിടെയും ഇതേപോലെ മൈനസ് സിമ്പലൂടെ വരും, അതോടെ ചേർത്തുകൊണ്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 18th question, prove that the function is given by f of x is equal to x cube minus 3x square plus 3x minus 100 is increasing in r. r increase ചെയ്യുന്നു. അത് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാം, ഡെറിവേറ്റീവ് എന്താകണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ 3x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3. അപ്പൊ ഇനി എഫ് ഡാഷ് എക്സിനകത്ത് നമുക്ക് ഈ ഒരു ഫംഗ്ഷനകത്ത് 3 കോമൺ എടുക്കാം അല്ലെ. 3 കോമൺ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലെ. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പൊ ഇതൊരു ഹോൾ സ്ക്വയർ വന്നതുകൊണ്ട് വിച്ച് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിരിക്കും. ഈസ് ഈക്വൽ ടു 0യും വരാം അല്ലെ, എക്സിന് 1 കൊടുത്താണെങ്കിൽ ഈസ് ഈക്വൽ ടു 0യും കൂടെ വരാം. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻ റിയൽ നമ്പർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഇൻ ആർ. ഓക്കെ, ഇൻക്രീസിങ് ഇൻ ആർ എന്നാണ് മീനിങ്. 19th last question, the interval in which y is equal to x square e raised to minus x is increasing in ആണ് ക്വസ്റ്റ്യൻ. ഏത് ഇന്റർവെല്ലിലാണ് ഇത് ഇൻക്രീസിങ്? അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവും ക്രിട്ടിക്കൽ പോയിന്റ്സും ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതിനകത്തുനിന്ന് രണ്ടും നമുക്ക് ഒരു ഇ റേസ് ടു മൈനസ് എക്സും ഒരു എക്സും കോമൺ എടുക്കാം. അപ്പൊ നമുക്ക് വരുന്നത് മൈനസ് എക്സ് പ്ലസ് 2. ഈ ഇത് y ഡാഷ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ ആണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പൊ ഇത് y ഡാഷ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഇ റേസ് ടു മൈനസ് എക്സ് ഒരിക്കലും 0 ആവില്ല അല്ലെ. റേസ് ടു എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ഇ റേസ് ടു മൈനസ് എക്സ് ഒരിക്കലും 0 ആവില്ല. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും മാത്രം നോക്കിയാൽ മതി. എക്സിന് എക്സ് 0 ആവാം, അല്ലെങ്കിൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം? എക്സിന് 2 വാല്യൂ വരാം. അപ്പൊ ഈ 2 കേസാണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, റിയൽ ലൈനിനെ എന്ത് ചെയ്താൽ മതി? ക്രിട്ടിക്കൽ പോയിന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 0യും 2ഉം വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു കിട്ടുന്ന ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 0 0 2 2 ഇൻഫിനിറ്റി. അപ്പൊ ഇതൊക്കെ ഈ ഇന്റർവെൽസ് എല്ലാം ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഓപ്ഷനകത്ത് ചോദിച്ചിരിക്കുന്നത്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഫംഗ്ഷൻ എവിടെയാണ് ഇൻക്രീസിങ് ആകുന്നത്? അപ്പൊ അതായത് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഇന്റർവെൽ എടുക്കാം, മൈനസ് ഇൻഫിനിറ്റി ടു 0. അപ്പൊ ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ എടുത്ത് നോക്കിയാൽ മതി. -2 എന്ന നെഗറ്റീവ് നമ്പർ എടുത്ത് നോക്കാം. എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? യഥാർത്ഥത്തിൽ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് 2 മൈനസ് എക്സ്
അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് പ്ലസ് 2. ഇനി ഒരു മൈനസ് എന്ന നമ്പർ കൊടുക്കുമ്പോൾ ഈ ഒരു വാല്യൂ ഇ റേസ് ടു പോസിറ്റീവ് ആകും അല്ലെ. ഇ റേസ് ടു പോസിറ്റീവ് ആകുമ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. ഇ റേസ് ടു മൈനസ് എക്സ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആകുള്ളൂ. പോസിറ്റീവ് ഇൻറ്റു എക്സിന് നമ്മൾ നെഗറ്റീവ് ആണ് കൊടുത്തത്, നെഗറ്റീവ് ഇൻറ്റു 2 മൈനസ് 2 ആണ് എടുത്തത് അല്ലെ. ഇവിടെ ഒരു -2 എന്നുള്ള വാല്യൂ എടുത്തത്. അപ്പൊ -2 ആവുമ്പോൾ 2 മൈനസ് -2 ഇസ് പോസിറ്റീവ്. അപ്പൊ ഇതെന്താണ്, എഫ് ഡാഷ് എക്സ് ഇവിടെ ഈ ഒരു 2 പോസിറ്റീവും ഒരു നെഗറ്റീവും, അപ്പൊ നെഗറ്റീവ് ആണ് വരുന്നത്. ഇത് ഒന്ന് മാറ്റിയാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് മാറ്റി എഴുതിയതിനു ശേഷം ഇത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡിക്രീസിങ് ആണ്. അവിടെ അല്ല നമുക്ക് വേണ്ടത്, ആ ഇന്റർവെൽ അല്ല എന്ന് പറയാം. ഇൻക്രീസിങ് ആയുള്ള ഇന്റർവെൽ ആണ് നമുക്ക് വേണ്ടത്. ഇനി 0-2 എന്നുള്ള ഇന്റർവെൽ നമുക്ക് ഇടയ്ക്കുന്ന ഒരു പോയിന്റ് എടുക്കാം. 1 എന്ന പോയിന്റ്, ഒരു പോയിന്റ് എടുത്താൽ മതി. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 1 എന്ന പോയിന്റ് എടുക്കുന്നു. 1 എന്ന പോയിന്റ് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് എക്സ് എന്ന് പറയുന്നതും പോസിറ്റീവ്. 2 മൈനസ് 1 അതും പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആണ് അല്ലെ. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇവിടെ ഇൻക്രീസിങ് ആയി. നമ്മുടെ ഓപ്ഷനിൽ 0-2 ഉണ്ടോ? ഉണ്ട്. 0-2 ഇസ് ദ ആൻസർ. വേണമെങ്കിൽ 2 ഇൻഫിനിറ്റിയും കൂടെ ഒന്ന് നോക്കിക്കോളാം. 2 ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അകത്തുനിന്ന് ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. 3 എന്ന പോയിന്റ് ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, പക്ഷെ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആകും. അപ്പൊ അവിടെ ഡിക്രീസിങ് ആണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ഓൺലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ 0-2 ആണ്. അപ്പം ഇത് നമുക്ക് ഓപ്ഷൻ 0-2 എന്ന് എഴുതാം. അപ്പോൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ അവസാനിച്ചു. അപ്പോൾ അതിനകത്ത് കൃത്യമായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അത് ഇക്വേറ്റിംഗ് 0 ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും. ക്രിട്ടിക്കൽ പോയിന്റ്സ് കൊണ്ട് റിയൽ ലൈനെ ഡിവൈഡ് ചെയ്യുക. എത്ര ഇന്റർവെൽ കിട്ടുന്നോ ആ ഇന്റർവെല്ലിൽ നിന്നെല്ലാം ഓരോ പോയിന്റ് എടുത്ത് വെച്ച് ചെക്ക് ചെയ്യണം. എഫ് ഡാഷ് എക്സ് അതായത് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്നുള്ള കാര്യം. അപ്പൊ ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 അല്ലെ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും.